ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഓഫുള്ളൊരു ദിവസമാണ്. അപ്പം വിചാരിച്ചെന്നാ ചിക്കൻ ബിരിയാണി വെക്കാമെന്ന്. അപ്പം നമുക്ക് ചിക്കൻ ബിരിയാണി വെക്കാം. അപ്പം നമുക്ക് കിച്ചണിലോട്ട് പോകാം. നമുക്ക് ചിക്കൻ എടുത്ത് വെള്ളത്തിൽ വെക്കാം. ഇത് ഫുള്ള് ചിക്കനൊന്നും അല്ല കേട്ടോ. നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്താണ് ഫുജാറ എയർപോർട്ട്. അങ്ങനെ അവിടുത്തെ ഫ്ലൈറ്റാണ് ഇവിടെ. ഇത് മാത്രമല്ല, വേറെ ഫ്ലൈറ്റ് എൻ്റെ അപ്പുറത്തൊക്കെ കിടപ്പുണ്ട്. സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നീളത്തിന് ചെറുതായിട്ട് അരിയണം. ഇനി നമുക്ക് പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പാൻ നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വറക്കാനായിട്ട് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മുന്തിരിങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ സവാള ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ബിരിയാണി വെക്കുന്നത്. കുക്കറിൻ്റെ അടപ്പ് വെച്ച് ഞാൻ അത് അടയ്ക്കാറില്ല. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ അരി കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ അരിയും കൂടി ചേർത്ത് കൊടുക്കാം. തറിയുന്നു. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ കറക്റ്റ് ഇല്ല, എന്നാലും മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇതിനകത്ത് ഒരുപാട് മുളക് പൊടിയുടെ ആവശ്യമില്ല. ഇനി ഒരു ശകലം ചിക്കൻ മസാല. മല്ലിപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ബിരിയാണി വെക്കുന്നത്. നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇനി ഇതിലേക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിനകത്ത് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സവാള എല്ലാം നമുക്ക് വഴറ്റിയെടുക്കാം. സവാള ചേർത്ത് കൊടുക്കാം. സ്കൂളിൻ്റെയൊക്കെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം.
വെളുത്തുള്ളി കൂടി ഒന്ന് ചതച്ചത്. ഇനി അപ്പുറത്ത് നമ്മൾ നമ്മുടെ ചിക്കൻ്റെ കാര്യം ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇനി പച്ചമുളകും തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഇത്തിരി പുതിനയും മല്ലിയും കൂടി ഒന്ന് തോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി, ലാസ്റ്റ് നമുക്ക് പിന്നെ ഇടാം. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ചിക്കൻ ദാ ഇവിടെ റെഡി ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഇനി ഒരല്പം തൈര് അത് ചേർത്ത് നല്ലതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പുരട്ടി വെച്ച നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ചോറിട്ട് കൊടുക്കുകയാണ്. ചിക്കൻ റോസ്റ്റ് പോലായിട്ടാണ് നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കുന്നത്. പാലും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കലക്കിയതാണേ. അത് നമുക്ക് ഇതിൻ്റെ മണ്ടിലോട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മുന്തിരിങ്ങ, നമ്മുടെ അണ്ടിപ്പരിപ്പ്, നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നമ്മുടെ സവാള, കുറച്ച് മല്ലി, പുതിനയില, കുറച്ച് നെയ്യ്. ഇനി ഇതുപോലെ നമുക്ക് അടുത്ത സ്റ്റെപ്പും കൂടി ചെയ്യാം. ഇനി ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെക്കാം. ഇതുപോലെ അടച്ചു വെക്കാം. അങ്ങനെ ബിരിയാണിയുടെ കഴിക്കാനായിട്ട് നമ്മുടെ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് മുട്ടയും. ഇനി നമുക്ക് വേസ്റ്റ് ഒന്നും കൊണ്ട് കളയാം. വാ. നമ്മൾ ഇതിലേക്ക് വേസ്റ്റ് കളയാം.